പാരിലെ ധന്യ മാതാമറിയേ, കാത്തരുൾകെന്നേക്കും ഞങ്ങളെ അമ്മേ. പാരിലെ ധന്യയാം മാതാമറിയേ, കാത്തരുൾകെന്നേക്കും ഞങ്ങളെ അമ്മേ. വാഴ്ക 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 മറിയേ, വാഴ്ക 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 മറിയേ. തായേ നിന്നാജ്ഞയിൽ നേർവഴി തന്നിൽ എന്നും വരുവാനായി നീ കനിഞ്ഞിടൂ. തായേ നിന്നാജ്ഞയിൽ നേർവഴി തന്നിൽ എന്നും വരുവാനായി നീ കനിഞ്ഞിടൂ. വാഴ്ക 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 മറിയേ, വാഴ്ക 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 മറിയേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യ അവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ള ദൈവജനമേ, 33 നാളുകളെടുത്ത് നമ്മൾ നടത്താൻ പോകുന്ന ഒരു ശുശ്രൂഷയുടെ ആരംഭ ദിനമാണിന്ന്. വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 1-ാം ദിനമാണിന്ന്. ഓരോ ദിവസവും വചനം കേട്ട് ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ച് വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തി വളരെ ശാന്തതയോടെ ധ്യാനപൂർവം നമ്മൾ നടത്തുന്ന ഒരു ശുശ്രൂഷയാണ് ഇത്. ഈ ശുശ്രൂഷയിലേക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് വലിയ താല്പര്യത്തോടെ ഇതിൽ പങ്കുചേരാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുക. എനിക്കറിയാം, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. ഒരുപാട് നിയോഗങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളോട് ആരെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ തന്നെ ശാലോമിലൂടെ ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞു കാണും. അങ്ങനെ താല്പര്യത്തോടെ ഇതിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഉത്തരം വേണ്ട പ്രാർത്ഥനകളുണ്ട് നമ്മുടെ കയ്യിൽ. നമ്മുടെ സങ്കടങ്ങൾക്ക് ഒരു അറുതി വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കർത്താവിൻ്റെ പക്കൽ സങ്കടങ്ങൾ പറയുന്നത് ഒരു കുറച്ചിലല്ല. കാരണം നമ്മൾ വേറെ ആരോട് പറയാനാണ്? കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായവ ഞങ്ങൾ നിന്നോടല്ലാതെ മറ്റാരോട് പറയാനാണ്? അതുകൊണ്ട് നിയോഗം വയ്ക്കണം. ഈ 33 നാൾ ഈ ശുശ്രൂഷയിൽ മുടക്കമില്ലാതെ പങ്കെടുത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുമ്പോൾ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. അത് 1, 2, 3, 4
നമുക്ക് നമ്മുടെ സങ്കടങ്ങളെ ഇറക്കി വയ്ക്കാൻ പറ്റണം ഈ ശുശ്രൂഷയിൽ. അതിനേക്കാൾ ഉപരി ഇതിനു മുമ്പ് തന്നെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മുടെ ഈ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മുടെ വിശുദ്ധീകരണമാണ്. നമ്മുടെ വിശുദ്ധീകരണമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളുടെ വിശുദ്ധീകരണം നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിയോഗങ്ങൾ വയ്ക്കണം, വിശുദ്ധീകരണം ആഗ്രഹിക്കണം. പക്ഷേ അതിനേക്കാൾ മുമ്പ് ഇന്ന് ഓരോ ദിവസവും ഒരു ചെറിയ വിഷയമെടുത്ത് അത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോ തമ്പുരാനോട് ചേർന്ന് ഒരു ചെറിയ വിഷയം ധ്യാനിച്ച് ആ ധ്യാനത്തെ ആരാധനയിൽ സമർപ്പിച്ച് ഒക്കെയാണ് നമ്മൾ പ്രാർത്ഥിച്ചു പോകുന്നത്. ഇത് ഈ 33 ദിവസത്തെ ടോക്കുകളിൽ നിങ്ങൾ വലിയ വിസ്ഫോടനങ്ങൾ പ്രതീക്ഷിക്കരുത്, പുത്തൻ ആശയങ്ങൾ പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ വളരെ ശാന്തതയോടെ നമ്മൾ കേട്ട് പഴകിയത് എന്നാൽ ഒന്നുകൂടൊന്ന് പൊടിതട്ടിയെടുത്ത് നമ്മൾ പ്രാർത്ഥനയുടെ വിഷയമാക്കുന്നു. പക്ഷെ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, തുടങ്ങുന്ന പാടെ നമ്മളെല്ലാവരും കൂടെ നമ്മുടെ സങ്കടം പറഞ്ഞ് കർത്താവ് തമ്പുരാനെ ബുദ്ധിമുട്ടിക്കരുത്. ഇന്ന് ഈ ആരംഭ ദിനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ നന്ദി. ഇന്ന് ഈ ഒറ്റ കാര്യം പ്രാർത്ഥിച്ചാൽ മതി. ഇന്നെല്ലാവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുടങ്ങുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറഞ്ഞേൽപ്പിക്കുന്ന നിയോഗം ഒറ്റ കാര്യം പറയുക, കർത്താവേ നന്ദി, ഈശോയെ നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ഈ ധ്യാനത്തിൻ്റെ നമ്മൾ എടുത്തിരിക്കുന്ന വചനഭാഗം പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ നിന്നാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 49-ാം വാക്യം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 49-ാം വാക്യം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഇന്ന് വീട്ടകത്തിരുന്ന് അല്ലെങ്കിൽ ഓഫീസിൽ മിച്ചം കിട്ടിയ സമയത്ത് മൊബൈലിൽ ഒക്കെ ഇത് കാണുന്ന, കുടുംബം ഒരുമിച്ചോ ഒറ്റയ്ക്കോ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അപ്പ, പ്രിയപ്പെട്ട അമ്മേ, പ്രിയപ്പെട്ട കുഞ്ഞേ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ വാക്യമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ചിലരുടെയൊക്കെ പ്രാർത്ഥന കേട്ടാലേ, ചിലരൊക്കെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത്, ധ്യാന കേന്ദ്രങ്ങളിൽ ഒക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്, ഒച്ചപ്പാട് വെക്കുന്നത്, നിലവിളിക്കുന്നത് ഒക്കെ കേട്ടാൽ ചിലപ്പോൾ തോന്നിപ്പോകും, ഇന്നേ വരെ കർത്താവിൽ നിന്ന് ഒരനുഗ്രഹവും കിട്ടിയിട്ടില്ല എന്ന് തോന്നിപ്പോകും. അതുപോലെ ബഹളം വെക്കുകയാണ്. നമുക്കത്രയും ബഹളം വേണ്ട. കാരണം കർത്താവിൽ നിന്ന് ഒട്ടനവധി അനുഗ്രഹങ്ങൾ സ്വീകരിച്ച ജനതയല്ലേ നമ്മൾ. ഇത്രത്തോളം എത്തിച്ചത് നമ്മുടെ കർത്താവ് തമ്പുരാനല്ലേ. നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ 30 വയസ്സ്, എൻ്റെ 40 വയസ്സ്, 50, 60, 70 വയസ്സ് വരെ ഈ ആയുസോളം എന്നെ ഇവിടം വരെ നടത്തിയത് എൻ്റെ കർത്താവല്ലാതെ മറ്റാരാണ്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടല്ലേ നമ്മളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത്. അതുകൊണ്ട് വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ശുശ്രൂഷയുടെ 1-ാം നാൾ നമ്മൾ ഒരുമിച്ച്, ദൈവജനം ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കാര്യം, കർത്താവേ നന്ദി, ഇന്നോളം ഞങ്ങളെ നടത്തിയതിന്, ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി. പരിശുദ്ധ അമ്മ അവളുടെ സ്തോത്രഗീതത്തിൽ പ്രാർത്ഥിച്ചതുപോലെ, എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്ത ദൈവമേ നിനക്ക് നന്ദി എന്ന് പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് നന്ദി പറഞ്ഞ് എന്തുമാത്രം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്, എന്തുമാത്രം അനുഗ്രഹങ്ങൾ കിട്ടിയ ജനമാണ് നമ്മൾ. ഏശയ്യായുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ ഈ മുന്തിരിത്തോട്ടം, കർത്താവ് തമ്പുരാന്റെ മുന്തിരിത്തോട്ടത്തെ സൂചനയുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണ്. അവിടെ കർത്താവ് അവൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ചെയ്തത് 5 കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 കാര്യങ്ങൾ അവൻ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ചെയ്തു. ഇത് എഴുതുന്ന കാലത്ത് മുന്തിരിത്തോട്ടം ആരാണ്? ഇസ്രായേൽ ജനത. അപ്പോൾ ഇസ്രായേലിന് വേണ്ടി ചെയ്ത 5 കാര്യങ്ങൾ ഇന്നിത് വായിക്കുമ്പോൾ ആരാണ് ഈ മുന്തിരിത്തോട്ടം? നമ്മൾ ഓരോരുത്തരും. നമുക്ക് വേണ്ടി ദൈവം ചെയ്ത 5 കാര്യങ്ങൾ. അത് ദീർഘമായുള്ള ധ്യാനത്തിൻ്റെ വിഷയമാണ്. എന്നാലും നമുക്കിപ്പോൾ ഒന്ന് ധ്യാനിച്ചു പോകാൻ. കർത്താവ് ചെയ്തത്: 1, അവൻ കിളച്ചു, മണ്ണ് കിളച്ചു. 2, കല്ലുകൾ നീക്കി. 3, വിശിഷ്ടമായ മുന്തിരിച്ചെടി നട്ടു. 4, അവൻ കാവൽമാടം പണിതു. 5, മുന്തിരിച്ചക്ക് കുഴിച്ചിട്ടു. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? 1, അവൻ കിളച്ചു. എനിക്ക് വേണ്ടി അവൻ മുൻപേറ് എല്ലാം ഒരുക്കി വെച്ചു, മണ്ണൊരുക്കി, ദേശമൊരുക്കി. 2,
അവൻ തടസ്സങ്ങൾ മാറ്റി എൻ്റെ വളർച്ചയിൽ, എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു ചെറുകല്ല് പോലും എൻ്റെ വഴിയിൽ തടസ്സമായി കിടക്കരുതെന്ന് അവൻ നിശ്ചയിച്ചിരുന്നു. 3, വിശിഷ്ടമായ മുന്തിരിച്ചെടി നട്ടപ്പോൾ നമ്മളൊക്കെ നല്ലതായിരുന്നു. എളുപ്പത്തിൽ പറയാം, നട്ടപ്പോൾ നല്ലതായിരുന്നു, വളർന്നപ്പോഴാണ് കെട്ടുപോയത്. നന്നായിട്ട് തുടങ്ങിയതല്ലേ നമ്മളൊക്കെ, ദൈവാനുഗ്രഹമല്ലായിരുന്നു അത്. ഇനി അവൻ കാവൽ മാടം പണിതു, അവൻ്റെ സാന്നിധ്യം നമുക്കായി നൽകി. മുന്തിരിത്തോട്ടത്തിന് നടുവിൽ ദൈവം കാവൽ മാടം പണിതു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവനവൻ്റെ സാന്നിധ്യം നൽകി അനുഗ്രഹിച്ച ജനതയാണ് നമ്മൾ. മുന്തിരിച്ചക്ക് കുഴിച്ചിട്ടു, കർത്താവിൻ്റെ പ്രതീക്ഷയാണ്, നല്ലത് തരും. അതിൻ്റെ ചാറെടുക്കാൻ വേണ്ടി മുന്തിരിച്ചക്ക് കുഴിച്ചിട്ട് കാത്തിരിക്കുകയാണ്. അതായത് എൻ്റെ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ കണക്കെടുത്താൽ കണ്ണു നിറയാതെ കൈകൂപ്പാതെ ദൈവസന്നിധിയിൽ നിൽക്കാൻ നമുക്ക് കഴിയില്ല. എന്തുമാത്രം നമുക്ക് വേണ്ടി അവൻ ഒരുക്കി വെച്ചു, എന്തുമാത്രം തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ നിന്ന് അവൻ മാറ്റിത്തന്നു. എത്രയോ വട്ടം കുറ്റാക്കൂരിട്ട് മാത്രം കൺമുമ്പിൽ കാണുന്ന കാലത്ത്, ജീവിതം ഇവിടെ അവസാനിച്ചെന്ന് തോന്നിപ്പോകുന്ന കാലത്ത് കർത്താവ് തിരിവട്ടമായി മുമ്പിൽ തെളിഞ്ഞ അനുഭവം കിട്ടാത്തവരായിട്ട് ആരുണ്ട്? വലിയ കരിമ്പാറകൾ നമ്മുടെ മുമ്പിൽ വഴിമുടക്കി കിടന്ന കാലത്ത് കൂടം കൊണ്ടുവന്നതുപോലെ കർത്താവ് തമ്പുരാൻ ആ കരിമ്പാറകളെ അടിച്ചു തകർത്ത് നമുക്ക് വേണ്ടി വഴി വെട്ടിത്തന്ന അനുഭവങ്ങൾ കിട്ടാത്തവരായിട്ട് ആരുണ്ട്? കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് കണക്കില്ല ദൈവജനമേ. അതുകൊണ്ട് നന്ദി പറയാതെ നമുക്ക് ആരംഭിക്കാൻ പറ്റില്ല. നന്ദി പറയാതെ നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാൻ പറ്റില്ല. കർത്താവേ, ഇന്നോളം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉടയവനേ നിനക്ക് നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണേ. ചിലപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചാണ്ടല്ലോ, കർത്താവ് കാണിക്കുന്ന കരുണയ്ക്ക് കണക്കില്ല. ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെ കർത്താവേ, നീ എന്നോട് കാണിക്കുന്ന ഏറ്റവും വലിയ കരുണ എൻ്റെ പാപങ്ങൾ മറ്റാരും അറിയാതെ നീ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുകയല്ലേ. ശരിക്കും പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കരുണ. നമ്മളൊക്കെ ഇന്ന് ഭയങ്കര മെച്ചപ്പെട്ടവരായിട്ടൊക്കെ നടക്കുകയാണ്, പക്ഷെ നമ്മുടെ പാപങ്ങൾ ആർക്കറിയാം? കർത്താവിനറിയാം. എന്നിട്ടും അവൻ ആ പാപത്തെ മറ്റൊരാളുടെ മുമ്പിൽ വെളിപ്പെടുത്താതെ നമുക്ക് വേണ്ടി അവിടെ ഈ കരുണയുടെ ആവരണം കൊണ്ട് നമ്മളിങ്ങനെ പൊതിഞ്ഞു പിടിക്കുകയല്ലേ. കർത്താവിൻ്റെ കരുണയാണത്. നന്ദി പറയാതെ നമുക്കാവില്ല ജനമേ. അതുകൊണ്ടാണ് ഈശോ തമ്പുരാൻ ഈ നന്ദിയുടെ പാഠം പഠിപ്പിക്കുന്നത്. നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ അപ്പമെടുത്ത് വാഴ്ത്തി. എപ്പോഴൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അപ്പം എത്തുന്നോ അപ്പോഴൊക്കെ നമ്മൾ വായിക്കുന്നതാണ്, അവൻ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി. ഈ വാഴ്ത്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് വിചാരിക്കുന്ന എന്താണ്? അപ്പം എടുത്ത് അതിൻ്റെ പുറത്ത് കുരിശ് വരച്ചു എന്നാണ്. ഇല്ല, നിശ്ചയമായിട്ട് കർത്താവിൻ്റെ കാലത്ത് കർത്താവ് കുരിശ് വരച്ചിട്ടില്ല. അപ്പം എന്താണ് ഈ വാഴ്ത്തി? ബ്ലസ്ഡ്. വാഴ്ത്തി എന്ന് വെച്ചാൽ നന്ദി പറഞ്ഞു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എപ്പോഴൊക്കെ അപ്പം കിട്ടിയോ അപ്പോഴൊക്കെ അപ്പം തന്ന അപ്പായിക്ക് അവൻ കണ്ണുകൾ ഉയർത്തി നന്ദി പറഞ്ഞിട്ടുണ്ട്. നന്ദി പറയാതെ നമുക്ക് ജീവിക്കാനാകില്ല ദൈവജനമേ. അതുകൊണ്ട് നമുക്കൊരു കൃതജ്ഞതയുടെ ഭാവത്തിൽ ജീവിക്കുവാൻ, ഒരു നന്ദിയുടെ ഭാവത്തിൽ ജീവിക്കുവാൻ അതിൻ്റെ ഒരു ആരംഭം നമുക്ക് കുറിക്കാം. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം. എസ്രാ 3:11. അവർ കർത്താവിനെ പുകഴ്ത്തുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് സ്തുതിഗീതങ്ങൾ വചനപ്രതിവചനങ്ങളായി പാടി. ഇതാണ് ഇന്ന് സംഭവിക്കേണ്ടത്. അവർ കർത്താവിനെ പുകഴ്ത്തുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് സ്തുതിഗീതങ്ങൾ വചനപ്രതിവചനങ്ങളായി പാടി. നന്ദി പറയാൻ നമ്മൾ മറന്നു പോകുന്നു. ഒരു അനുഗ്രഹം കിട്ടി, ആ കിട്ടിയ അനുഗ്രഹം അങ്ങോട്ട് ആസ്വദിക്കുന്നു, ഉടനെ അടുത്ത അനുഗ്രഹം ചോദിക്കുകയാണ് നമ്മൾ. വെയിറ്റ്, നന്ദി പറ ഈശോയ്ക്ക്. അപ്പാ നന്ദി. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. ദാനിയേൽ 2:23. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങെനിക്ക് ജ്ഞാനവും ശക്തിയും നൽകി. എൻ്റെ പിതാക്കന്മാരുടെ ദൈവമേ, അതായത് തലമുറകളെ പുറകോട്ടോർത്തെടുത്ത് നന്ദി പറയണം. ഇന്നും ഇന്നലെയും കിട്ടിയ അനുഗ്രഹങ്ങൾക്കല്ല, എൻ്റെ അപ്പായെ ഓർത്ത്, എൻ്റെ വല്യപ്പായെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. തലമുറകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. പ്രിയമുള്ള ദൈവജനമേ, ഇന്ന് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 1-ാം നാൾ. ഓരോ ദിവസവും ഞാൻ നിങ്ങൾക്ക് ചെറിയ ഹോംവർക്ക് തരും. ഒരു കൊച്ചു സുഹൃദേവമായിരിക്കും, ചെയ്യേണ്ട ഒരു ചെറിയ ആക്ടിവിറ്റി ആയിരിക്കും, പ്രാർത്ഥിക്കേണ്ട ഒരു കൊച്ചു പ്രാർത്ഥനയായിരിക്കും. ഇന്ന് ഒരു പക്ഷേ രാവിലെ ആയിരിക്കും കേൾക്കുന്നത്, ഇനി രാവിലെ സമയം കിട്ടാത്തൊരു ഉച്ചയ്ക്കായിരിക്കും കേൾക്കുന്നത്, രാവിലെ ഉച്ചയ്ക്കും പറ്റാഞ്ഞ ഒരു വൈകുന്നേരമായിരിക്കും കേൾക്കുന്നത്. സാരമില്ല, നാളത്തെ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്ന നിമിഷം വരെ നമ്മൾ ചെയ്യേണ്ടത് അനുഗ്രഹങ്ങളെ ഓർത്തെടുക്കുക.
അനുഗ്രഹങ്ങളെ ഓർത്തെടുക്കുക. കർത്താവ് തന്ന എന്തുമാത്രം ഉണ്ടെന്നറിയാം. ഈശോയെ, എൻ്റെ അപ്പനെ അമ്മയെ ഓർത്ത് നന്ദി, എൻ്റെ ജീവിത പങ്കാളിയെ ഓർത്ത് നന്ദി, എനിക്ക് നീ തന്ന മക്കളെ ഓർത്ത് നന്ദി, എൻ്റെ ഈ വീടിനെ ഓർത്ത് നന്ദി, എൻ്റെ തൊഴിലിനെ ഓർത്ത് നന്ദി. കർത്താവെ, ഞാൻ ജീവിക്കുന്ന ദേശത്തെ ഓർത്ത് നിനക്ക് നന്ദി. ഓരോന്നും ഓർത്തോർത്തോർത്തോർത്ത് ഈശോയെ നന്ദി, ഈശോയെ നന്ദി എന്ന് പ്രാർത്ഥിച്ച് ഈ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. അങ്ങനെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 1-ാം നാൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടിന്മേൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, കൃതജ്ഞതയോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തിരുസന്നിധിയിൽ നിന്ന് ഞങ്ങൾ നിന്നെ ഒരുമിച്ച് നന്ദിയുടെ കീർത്തനങ്ങൾ പാടി ആരാധിക്കുന്നു തമ്പുരാനെ. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി. അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി ചൊല്ലുക. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. ഈശോയെ, പരിശുദ്ധനായവനെ, നിനക്ക് ആരാധന. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ അണിചേരുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കും. ഈശോയെ, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ 33 നാളിൻ്റെ ശുശ്രൂഷയുടെ ആദ്യ ദിനത്തിൽ തിരുസന്നിധിയിൽ ആരാധനയോടെ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയെ നിന്റെ പക്കൽ ഞങ്ങൾ പരമേൽപ്പിക്കുന്നു. പ്രത്യേകമായി ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഞങ്ങളുടെ വിശുദ്ധീകരണം. കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കരുണയോടെ ഞങ്ങളെ നോക്കണമേ. കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. ഈശോയെ, നിനക്ക് ആരാധന. ഞങ്ങളൊന്നു ചേർന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് ദിവ്യകാരുണ്യനാഥ നിന്നെ നോക്കി ആരാധിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് അകലെയായിരിക്കുന്നവരെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിനക്ക് ആരാധന. ഇന്നോളം ഞങ്ങളുടെ മേൽ ചൊരിയപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കർത്താവേ നന്ദി പറഞ്ഞ് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നന്ദി പറയാൻ മറന്നുപോയ നേരങ്ങളെ ഓർത്ത് അനുതപിക്കുന്നു. ഈശോ, നിനക്കറിയാം ബലഹീനരാണ് ഞങ്ങൾ, കുറവുകളേറെ ഉള്ളവരാണ്. ഇതും ഞങ്ങളുടെ കുറവിൻ്റെ, ഞങ്ങളുടെ ബലഹീനതയുടെ ഭാഗമാണ് കർത്താവേ. അനുഗ്രഹങ്ങളേറെ നിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോഴും അവയെക്കുറിച്ച് നന്ദി പറയാൻ മറന്ന് പുതിയവ തേടുന്ന, പുത്തൻ അനുഗ്രഹങ്ങൾക്കായി യാചിക്കുന്ന നിന്റെ ജനം കർത്താവേ, ഇന്നു ഞങ്ങൾ ഈ ശുശ്രൂഷ ആരംഭിക്കുന്ന ദിവസം ബോധപൂർവം തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ശക്തനായവൻ
എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പാടിയ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ശക്തനായവനെ, ഞങ്ങൾക്കായി വലിയ കാര്യങ്ങൾ ചെയ്തവനെ, നന്ദി പറഞ്ഞ് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് പോലെ നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്കായി നൽകിയിരിക്കുന്നത്. ഈശോയെ, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിച്ചു. കർത്താവേ, നീ ഞങ്ങളോട് കാണിക്കുന്ന കരുണയ്ക്ക് കണക്കില്ല. ഈശോ, തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് ഇന്നോളം ലഭിച്ച അനുഗ്രഹങ്ങളെ ഞങ്ങൾ ഓർത്തെടുക്കട്ടെ. ഈശോ, അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയാൽ കണ്ണു നിറയാതെ തിരുസന്നിധിയിൽ നിൽക്കാൻ കഴിയില്ലപ്പ. പിറന്നു വീണ നാൾ തൊട്ട് ഈ മാതാപിതാക്കൾക്ക്, എൻ്റെ അപ്പായിക്ക്, അമ്മായിക്ക്, മകനായി മകളായി എന്നെ സമ്മാനിച്ച നിന്റെ സ്നേഹം, എൻ്റെ ബാല്യത്തിൽ ഞാൻ സ്വീകരിച്ച അനുഗ്രഹങ്ങൾ, എൻ്റെ കുടുംബം, എൻ്റെ കൂടപ്പിറപ്പുകൾ, എനിക്ക് ലഭിച്ച വിദ്യാഭ്യാസം, അറിവ്, കർത്താവേ, എൻ്റെ വളർച്ചയുടെ വഴികളിൽ നീ എനിക്കായി ഒരുക്കി വെച്ച ഒരുപാട് നന്മയുള്ള മനുഷ്യർ, ഇതൊക്കെ നിന്റെ അനുഗ്രഹങ്ങളായിരുന്നുവെന്ന് തിരിച്ചറിയുന്നു. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ദൈവ സാന്നിധ്യം ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. സങ്കടപ്പെട്ടിരുന്ന നേരങ്ങളിൽ, ഒറ്റയായി പോയെന്ന് തോന്നിയ നേരങ്ങളിൽ, കർത്താവേ, നിന്റെ സാന്നിധ്യം കൊണ്ട് നീ എന്നെ പൊതിഞ്ഞു പിടിച്ച അനുഭവങ്ങൾ ഒട്ടനവധി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈശോയെ, മുന്നോട്ടൊരു ചുവട് വയ്ക്കാൻ കെൽപ്പില്ലാതെ ഞാൻ തളർന്നു നിന്നു പോയ നേരങ്ങളിൽ നീ എൻ്റെ കരം പിടിച്ചു നടത്തിയ അനുഭവങ്ങൾ എനിക്കുണ്ട്. ഈശോയെ, ഇനി എന്താകും, എങ്ങനെയാകുമെന്നറിയാതെ ജീവിതത്തിന് മുമ്പിൽ പകച്ചു നിന്നു പോയ നേരങ്ങളിൽ നീ എനിക്കായി വഴിവെട്ടിത്തന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഈശോയെ, കണ്ണു നിറഞ്ഞ് നിന്റെ സന്നിധിയിൽ ഞാൻ വന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങൾ നീ കരുണയോടെ എത്രയോ വട്ടം ഉത്തരം നൽകി എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈശോയെ, പറഞ്ഞു തീർക്കാനാകാത്ത വിധം അനുഗ്രഹങ്ങൾ സ്വീകരിച്ച ജനമാണ് കർത്താവെ ഞങ്ങൾ. നന്ദി പറഞ്ഞ് ഞങ്ങൾ നിന്നെ ആരാധിക്കട്ടെ. ദൈവജനമേ, സാധിക്കുന്നവരൊക്കെ മുട്ടിന്മേൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്തെടുത്ത് മിഴി നിറഞ്ഞ് ദൈവസന്നിധിയിൽ ഏറ്റുപാടി പ്രാർത്ഥിക്കാൻ. കർത്താവേ, നന്ദിയോടെ തിരുസന്നിധിയിൽ ഞങ്ങൾ നിൽക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തെടുത്ത് കൃതജ്ഞതയോടെ തിരുസന്നിധിയിൽ നിന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനെ
എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ, ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദി പറയാതെ കടന്നു പോകരുത്. സുഖം പ്രാപിച്ച 10 കുഷ്ഠരോഗികളിൽ ഒരാൾ മാത്രം തിരികെ വന്നു നന്ദി പറഞ്ഞപ്പോൾ കർത്താവ് ചോദിച്ച ചോദ്യം, സൗഖ്യം ലഭിച്ചത് 10 പേർക്കല്ലേ, ബാക്കി 9 പേർ എവിടെ? കർത്താവേ, ഞാൻ ഒരിക്കലും ആ 9 പേരുടെ ഗണത്തിൽ എണ്ണപ്പെടാതിരിക്കട്ടെ. തിരുസന്നിധിയിലേക്ക് എപ്പോഴും തിരികെ വന്ന് നന്ദി പറയാൻ എനിക്കിടവരട്ടെ. ഈശോയെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ കണ്ണടയുന്ന കാലം വരെ തിരുമുമ്പാകെ കൃതജ്ഞതയോടെ ജീവിക്കാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവജനമേ, ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. സത്യദൈവത്തിനേക പുത്രനായി അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്നിൽ. യേശുവേ ആരാധന, യേശുവേ, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ കന്യക മറിയമേ, എൻ്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ ഹേതുവാകട്ടെ. പാരിലെ ധന്യ മാ